പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസിൽ നിന്ന് പ്രതിഭയുടെ മകനെ ഒഴിവാക്കുകയാണ് എക്സൈസ്. ഇടക്കാല റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു. കുറ്റപത്രം ഉടൻ സമർപ്പിക്കുകയും ചെയ്യും. 3 മുതൽ 9 വരെയുള്ള പ്രതികളെയാണ് ഒഴിവാക്കിയത് എന്നാണ് വിവരം. രഘുനാഥ് നാരായൺ വിവരങ്ങളുമായിട്ട്. രഘു, ഈ കേസ് വന്നപ്പോൾ മുതൽ തന്നെ വിവാദങ്ങളും അതിനൊപ്പമുണ്ടായിരുന്നു. MLA മകനായതുകൊണ്ട് ആ ഒരു പരിഗണന കിട്ടി എന്ന തരത്തിലൊക്കെ ആരോപണങ്ങൾക്ക് ഉയർന്നതാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ എക്സൈസിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ പറയുന്നത്? എന്ത് കാരണങ്ങൾ നിരത്തിയാണ് ഒഴിവാക്കൽ? ദേവീഷ്, ഡിസംബർ മാസത്തിലാണ് യൂത്ത് പ്രതിഭ MLA മകൻ ഉൾപ്പെടെ 9 പേരെ എക്സൈസ് പിടികൂടിയത്. ഇവർക്കെതിരെ ചുമത്തിയിരുന്ന കുറ്റം പൊതുസ്ഥലത്ത് കഞ്ചാവ് വലിച്ചു, 3 ഗ്രാം കഞ്ചാവ് കൈവശം വെച്ചു. ഇവരെ എല്ലാവരെയും സ്റ്റേഷൻ ജാമ്യത്തിൽ പിടിക്കുകയും ചെയ്തു. ഈ വിവരങ്ങൾ ഈ വാർത്താ മാധ്യമങ്ങൾ നൽകിയതിന് പിന്നാലെ യൂത്ത് പ്രതിഭ MLA ഫേസ്ബുക്കിലടക്കം വലിയ രീതിയിലുള്ള പോസ്റ്റ് ഇട്ടിരുന്നു. അതായത് മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകുകയാണെന്നും മകനെയും എന്നെയും വേട്ടയാടുന്ന തരത്തിലാണ് യൂത്ത് പ്രതിഭ MLA പോസ്റ്റ്. ഇതിനെ തുടർന്ന് വലിയ വിവാദമാവുകയും പിന്നീട് എക്സൈസ് കേസ് എടുത്തു എന്നുള്ള FIR ഒക്കെ പുറത്തുവിടുകയും ചെയ്ത വലിയ വിവാദങ്ങൾക്കൊക്കെ വഴിവെച്ചിരുന്നു. പിന്നാലെയാണ് MLA മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുകയും ഇതിൽ വിശദമായ അന്വേഷണം നടത്താൻ വേണ്ടി മുതിർന്ന ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. അങ്ങനെ നടത്തിയ അന്വേഷണത്തിൽ ഈ കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ എക്സൈസിന് 2 വീഴ്ചകൾ പറ്റിയെന്ന് കണ്ടെത്തിയിരുന്നു. ഒന്നാമത്തെ വീഴ്ച എന്ന് പറയുന്നത് ഈ കുട്ടികൾ കഞ്ചാവ് ഉപയോഗിച്ചു എന്നതിൻ്റെ ദൃക്സാക്ഷികളില്ല. 2, ഇവർക്ക് വൈദ്യപരിശോധന നൽകിയില്ല. മൂന്നാമത്തെ കാര്യം, ഈ വിവരങ്ങൾ അതായത് മകനെ കഞ്ചാവ് കേസിൽ കഞ്ചാവുമായി ബന്ധപ്പെട്ട കേസിൽ പിടിക്കുകയും സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയും ചെയ്തു എന്നുള്ള കാര്യം MLA വിളിച്ചിട്ട് പോലും കൃത്യമായ രീതിയിൽ ഉദ്യോഗസ്ഥർക്ക് MLA ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അമ്മ എന്നുള്ള രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തിയില്ല. എന്നീ വീഴ്ചകൾ കണ്ടെത്തുകയും അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഒരു ഇടക്കാല റിപ്പോർട്ട് ഇപ്പോൾ എക്സൈസ് കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ 1 മുതൽ 3 വരെയുള്ള ആളുകൾക്കെതിരെ മാത്രമേ നിലവിൽ കേസിൽ അല്ലെങ്കിൽ ആ FIR ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. FIR അല്ല, ആ കേസ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള മറ്റ് 6 പേരെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഇതിൻ്റെ പൂർണ്ണ റിപ്പോർട്ട് അല്പ ദിവസങ്ങൾക്കകം കോടതിയിൽ സമർപ്പിക്കുമെന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞിരിക്കുന്നത്. അഥവാ MLA മകൻ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ തന്നെ സ്റ്റേഷൻ അല്ലെങ്കിൽ കോടതിയിൽ 5000 രൂപ മുതലുള്ള പിഴയടച്ച് കോടതിയിൽ നിന്ന് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ മാത്രമേ ചുമതലയിട്ടുള്ളത്. എന്ന് മാത്രവുമല്ല, ഈ കുട്ടികൾ വിമുക്തി കേന്ദ്രത്തിൽ പോയി ചികിത്സ നേടി എന്നുള്ളൊരു സർട്ടിഫിക്കറ്റ് കോടതിയിൽ ഹാജരാക്കിയാൽ ഇവർക്ക് സ്വാഭാവികമായി തന്നെ വിടുതൽ നൽകുന്ന ഒരു നടപടിക്രമം മാത്രമേ ഇത്തരത്തിലുള്ള ചെറിയ കേസുകളിൽ നിലവിലുള്ളൂ.